സുഭാഷ്. സുഭാഷ് ആരാണ്? സുഭാഷ്. സുഭാഷ് യാർ. സുഭാഷ്. സെൽവി ആരാണ്? സെൽവി. സെൽവി യാർ. ഫ്രണ്ടിൽ വാങ്ങ. പ്രിൻസ് ആരാ? പ്രിൻസ് യാർ. ഫ്രണ്ടി വാ. ഫ്രണ്ടി വാങ്ങ. ഫ്രണ്ടിൽ വാങ്ങ. ചീസ്. ഇത് ഒരു ഫാമിലി, അതൊരു ഫാമിലി. ഇങ്ങോട്ട് അല്പം ഡിസ്റ്റൻസ് ഉണ്ട്. അച്ഛാ ഇങ്ങോട്ട് നിൽക്കും. അച്ഛൻ്റെ പേരാ പ്രിൻസ്. ഉங்க പേര് പ്രിൻസാ? പയ്യൻ. മോൻ്റെ പേര് ഓക്കെ. രമ്യ. ഓക്കെ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നു. ഇன்றைக்கு அசாதாரணமான தேவ கிரியைகள் வெளிப்படுகிறது. സെൽവി. സെൽവി. തമിഴ് സെൽവി. തമിഴ് സെൽവി. ഹല്ലേലൂയ. സുഭാഷ്. സുഭാഷ്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. കരങ്ങളെ തട്ടി ദേവനെ തുതിപ്പോ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട് കേട്ടോ. ഉங்க ஜெபத்திற்கு ஒரு பதில் உண்டு. കഴിഞ്ഞ നാളുകളിൽ നീ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? கடந்த நாட்களில் எவைகளை குறித்து தேவனிடத்தில் ஜெபித்தீர்களோ അതൊന്നും ഞാൻ കേൾക്കാതിരുന്നിട്ടില്ല. அது ஒன்றையும் நான் கேட்காமல் இருக்கவே மாட்டேன். 2025 നീ പ്രാർത്ഥിക്കുന്ന 3 വിഷയത്തിന്റെ നടുവിൽ நீங்க ஜெபித்துக் கொண்டிருக்கிற 3 காரியங்களுக்குள்ளே നിന്റെ വീട്ടിനകത്ത് വിടുതൽ നടക്കാൻ പോകുന്നു എന്ന്, உங்க வீட்டுக்குள்ளே விடுதலை நடக்க போகிறது என்று പരിശുദ്ധാത്മാവ് ഈ രാത്രി ആലോചന അറിയിക്കുന്നു. பரிசுத்த ஆவியானவர் இந்த இரவில் தீர்க்க தரிசனமாய் சொல்லுகிறார். നിനക്കൊരു ഭവനം ഞാൻ ഒരുക്കും. உனக்காக ஒரு வீட்டை தருவேன். യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. മകൻ സുഭാഷിന് വിരോധമായി, உங்கள் மகன் சுபாஷுக்கு விரோதமாய் എഴുന്നേറ്റ് നിൽക്കുന്ന പൈശാചിക കോട്ടകൾ, எழும்பி நிற்கிற பிசாசின் மண்டலங்கள் ഇപ്പോൾ ഇടിഞ്ഞു മാറുന്നു എന്ന്, இப்பொழுதே உடைந்து மாறுகிறது என்று സൈന്യങ്ങളുടെ യഹോവ ഈ രാത്രി ആലോചന അറിയിക്കുന്നു. சேனைகளில் கர்த்தர் இந்த இரவில் தீர்க்க தரிசனமாய் சொல்லுகிறார். ഹല്ലേലൂയ. 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 കഴിഞ്ഞ നാളുകളിൽ നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ നടുവിലല്ല. ആമേൻ. கடந்த நாட்களில் நீங்கள் எழுதி வைத்து ஜெபித்த காரியங்கள் எல்லாம் നിന്റെ വീട്ടിനകത്ത് ഞാൻ വിടുതൽ അയച്ചു എങ്കിൽ, உங்க வீட்டுக்குள்ளே நான் விடுதலை அனுப்பினேன் என்றால், ഞാൻ എന്റെ സമാധാനം നിനക്ക് തരുമെന്ന്, நான் என் சமாதானத்தை உனக்கு தருவேன் என்று സൈന്യങ്ങളുടെ യഹോവ ഈ രാത്രി ആലോചന അറിയിക്കുന്നു. சேனைகளின் கர்த்தர் இந்த இரவில் தீர்க்க தரிசனமாய் சொல்லுகிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. യേശുവിന്റെ മോളെ കൈയടിക്ക്. നല്ല ഫ്രീ ആയിട്ട് നിൽക്കേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിലല്ലേ വന്നിരിക്കുന്നത്. ദൈവസന്നിധിയിൽ വന്നിട്ട് ഉത്സാഹമായ ജപിക്കുക. ഹല്ലേലൂയ. സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പ്രൈസ് ജോം பண்ணிட்டே இருங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ റാഫാല. പ്രിൻസിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിൻസ് അവர்களுக்காய் ஜெபிக்கலாம். രമ്യയ്ക്കായി പ്രാർത്ഥിക്കാം. ரம்யா அவர்களுக்காய் ஜெபிக்கலாம். റൂബനായി പ്രാർത്ഥിക്കാം. ரூபனுக்காய் ஜெபிக்கலாம். രമ്യയ്ക്കായി പ്രാർത്ഥിക്കാം. ரம்யாவுக்காய் ஜெபிக்கலாம். ആ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. കുടുംബങ്ങളിൽ தேவனுடைய பிரசன்னம் ഇറങ്ങി വരുகிறது. ഈ കുടുംബങ്ങൾക്ക് വിരോധമായി, இந்த குடும்பங்களுக்கு விரோதமாக പിശാച് വച്ചിരിക്കുന്ന ചില പ്ലാനുകൾ, பிசாசு வைத்திருக்கிற சில திட்டங்கள் ഇപ്പോൾ ഇടിഞ്ഞു മാറുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. இப்பொழுதே இடிந்து மாறுகிறதை பரிசுத்த ஆவியானவர் காண்பிக்கிறார். ഫാമിലികളെ തകർത്ത് കളയുവാൻ വേണ്ടി, அவருடைய കുടുംബத்தை உடைத்து போடும்படி, தேவையில்லாத പ്രശ്നങ്ങൾ കൊണ്ടിട്ട്, தேவையில்லாத பிரச்சனையை கொண்டு അടുത്തൊരു സ്റ്റെപ്പ് வைക്കാൻ കഴിയാതെ, அடுத்த அடி எடுத்து வைக்க முடியாமல் മതിൽ കെട്ടി വച്ചിരിക്കുന്നത് പോലെ, சுவரை எழுப்பி வைத்திருப்பது போல, ചുറ്റിലും കെട്ടി വച്ചിരിക്കുന്ന മതിലുകളെ, சுற்றிலும் கட்டி எழுப்பி இருக்கிற சுவர்களையும் മറിച്ചു കളയുന്ന ഒരു അഭിഷേകം, உடைத்தெறிகிற ஒரு அபிஷேகம் ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നു എന്ന്, இப்பொழுதே வெளிப்பட்டு வருகிறது என்று പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. பரிசுத்த ஆவியானவர் எனக்கு காண்பிக்கிறார். കരങ്ങളെ ശക്തിയോടെ അടിച്ച്, கரங்களை பலமாய் தட்டி, പോരെ 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 போதாது 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 പോരാ, ശക്തിയോടെ ആരാധിച്ച്, போதாது நல்ல பலமாய் ஆராதிப்போ. ഇപ്പോൾ തന്നെ കുടുംബങ്ങളിൽ വിടുതൽ ഇറങ്ങട്ടെ. இப்பொழுதே குடும்பங்களில் விடுதலை நடக்கட்டும். കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന குடும்பத்துக்குள் கிரியை செய்கிற മരണത്തിന്റെ ശക്തികൾ, எல்லா വിധமான வல்லமைகளும், എല്ലാ തോൽവികളും, எல்லா தோல்விகளும் ഇപ്പോൾ ഈ കുടുംബത്തെ വിട്ട് മാറിപ്പോകുന്നു. இப்பொழுதே குடும்பத்தை விட்டு விலகி போகிறது என்று സൈന്യങ്ങളുടെ യഹോവ ഈ രാത്രി പ്രവചിച്ചു പറയുന്നു. சேனையில் கர்த்தர் இந்த இரவில் தீர்க்க தரிசனமாய் சொல்லுகிறார். ദൈവ ശബ്ദത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം കരം അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. தேவ சத்தத்தை விசுவாசிக்கிறவர்கள் மட்டும் கைகளை தட்டி தேவனை துதிப்போம். രാജശേഖർ ആരാണ്? രാജശേഖർ. ராஜசேகர் யாரு? ബാബു രാജശേഖർ. பாபு ராஜசேகர். ഓ റാബല ശാന്തരാധര. வரல. യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വ്യക്തി ആ കൈവക്കി അച്ഛൻ തന്നെ എഴുന്നേറ്റ് വന്നു. நீங்க எழும்பி நில்லுங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അസാധാരണമായ ദൈവപ്രവൃത്തി, இந்த இரவில் அசாதாரணமான தேவ கிரியைகள் ആ അച്ഛന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. அந்த நபர் மேல் வெளிப்பட்டு வரட்டும். അച്ഛന്റെ പേര് എഡ്വിൻ എന്നാണ്. உங்க பேர் எட்வினா? കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം கைகளை ചെയ്യുക. தட்டி தேவனை துதிப்போம். ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചേ. ஆமென். கைகளை தட்டி எல்லாரும் ஜெபிப்போம். ദേവ ഇരക്കം ആരാണ്? ദേവ ഇരക്കം. தேவ இரக்கம் யார்? ഓടിയോ வாங்க ஃப்ரெண்ட்ல வாங்க. ഹല്ലേലൂയ. കണ്ടോ, മറ്റൊരുവന് വേണ്ടി കൈ ഉയർത്തിയ യേശു അവനെ കാണും. மற்றவங்களுக்காக நீங்க கையை உயர்த்தினா அவங்களை இயேசு பார்ப்பார். അച്ഛാ, அண்ணே, നിങ്ങൾ നടന്നു വരുമ്പോ, நீங்க நடந்து வரும்போது നിങ്ങളുടെ പേരിന്റെ കൂടെ ജെ എന്ന ലെറ്റർ കാണും. உங்க பேருக்கு கூட ஜே என்ற லெட்டரை பார்க்கிறேன். ജേക്കബ്. ജേക്കബ് ആരാ? ജെ എഡ്വിൻ ദേവയിറക്കം.
ജേക്കബ്. ജേക്കബ് അല്ല അപ്പൻ പേര് ജേക്കബ് അപ്പയുടെ പേര്. കരം അടിച്ച് ദൈവത്തിന് സ്വതന്ത്രം പറഞ്ഞു. കൈകളെ തട്ടി ദൈവത്തെ തുതിപ്പോ. ഇനി ജേക്കബ് അല്ല, ഇനി ജേക്കബ് അല്ല, ജീസസ് നിന്റെ കൂടെ ഇരിക്കും. യേശു ഉങ്ങളോട് ഇരുപ്പാ. നിങ്ങൾ നടന്നു വന്നപ്പോ നിങ്ങൾ നടന്നു വന്നപ്പോൾ ഞാൻ കണ്ടത്, ഞാൻ പാർത്തത് ജേക്കബ് അല്ല, യാക്കോബ് അല്ല, യേശു നിന്റെ കൂടെ നിൽക്കുന്നതായിട്ടാ ഞാൻ കണ്ടത്. യേശു ഉങ്ങളോട് കൂടെ ഇരുപ്പதை பார்க்கிறேன். കരങ്ങളെ ശക്തിയോടെ അടിച്ചു പറ. കരങ്ങളെ ബലമായി തട്ടി சொல்லுவோ. എഡ്വിൻ ഹല്ലേലൂയ എന്ന പേരിനകത്ത്, എഡ്വിൻ എന്ന പേരുക്കുള്ള 2025 നീ ദൈവത്തിന്റെ ഗ്ലോറി കാണുമെന്ന്, நீங்க தேவனுடைய மகிமையை பார்ப்பீர்கள் നീ என்று. എവിടെ പോയാലും, நீங்க எங்கே போனாலும் ജയിച്ചു മുന്നേറുന്ന രീതിയിൽ, ஜெயித்து முன்னேறுகிற அளவிலே ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് தேவன் உங்களை ஆசீர்வதிப்பார் என்று സൈന്യങ്ങളുടെ യഹോവ சேனைகளின் கர்த்தர் ഈ രാത്രി പ്രവചിച്ചു പറയുന്നു. இந்த இரவிலே தீர்க்க தரிசனமாய் சொல்லுகிறார். മോനെ, மகனே, നീ എഴുന്നേറ്റ് നിന്നപ്പോ തന്നെ நீ எழும்பி நிற்கும் போதே നിന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. உன்னோடு தேவ ஆவியானவர் பேசுகிறார். ജബരാജ്, ஜெபராஜ், വാ ഫ്രണ്ടി വാ. യേശുവിന്റെ നാമത്തിൽ, இயேசுவின் நாமத்தில் ജബരാജ്, ஜெபராஜ் എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, என்னோடு பரிசுத்த ஆவியானவர் சொல்லுகிறார். സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് சினிமா இண்டஸ்ட்ரியில் இருந்து നിനക്ക് സമ്പത്ത് ലഭിക്കുന്നതിനേക്കാൾ ഉപരി ஆமே உனக்கு சொத்து அல்லது வருமானம் கிடைப்பதை காட்டிலும் அதிகமாய் ദൈവം നിന്നെ മാനിക്കുമെന്ന് தேவன் உன்னை கனம் பண்ணுவார் என்று സൈന്യങ്ങളുടെ യഹോവ ഈ രാത്രി ദൂത് പറയുന്നു. சேனைகளில் கர்த்தர் இந்த இரவில் தீர்க்க தரிசனமாய் சொல்லுகிறார். അല്ല, എനിക്ക് അദ്ദേഹത്തിനെ പറ്റി യാതൊരു അറിവുമില്ല. எனக்கு அவரை குறித்து எந்த ஒரு அறிவும் இல்லை. ദൈവം എന്നോട് പറയാൻ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. தேவன் என்னோடு சொன்ன காரியத்தை நான் சொல்றேன். അസൂയ ഇല്ലാത്തവർ മാത്രം കൈയടിച്ച് பொறாமையே இல்லாதவங்க மட்டும் கையை தட்டி கர்த்தரை துதிங்க. எஸ், ജബരാജ് എന്നാണ് പേര്. உங்க பேர் ஜெபராஜ். ஜெபராஜ் தானே? എല്ലാരും പ്രാർത്ഥിച്ചേ. எல்லாரும் ஜெபிப்போம். അവൻ നാമമേ മധുരമതേ, അവൻ നാമത്തിൽ, അവൻ നാമത്തിൽ സുഖമുണ്ട്, അവൻ നാമമേ, അവൻ നാമമേ മധുരമതേ, മധുരമതേ, അവൻ നാമത്തിൽ സുഖമുണ്ട്. യേശുനാമം, 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 യേശുനാമം வாழ்கவே. യേശുനാമം, 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 യേശുനാമം. വിജയ് കുമാർ ആരാണ്? വിജയ് കുമാർ. വിജയകുമാർ യാർ? വാ മോനെ. വാങ്ങ മകനെ. നീ ഇങ്ങനെ ചിന്തിച്ച് നിന്റെ പേര്, ഉങ്ക പേര്, അവന്റെ പേര് വിളിച്ചപ്പോ തന്നെ അവருடைய പേരെ കൂപ്പിട്ട പോതേ ദൈവം നിന്നെ കണ്ടു. ഉങ്ങളെ ദേവൻ കണ്ടാർ. ആഗ്രഹിക്കുന്നു ദൈവ ശബ്ദം കേൾക്കാൻ വേണ്ടി. நீங்க விரும்புறீங்களா தேவ சத்தத்தை கேட்க? എന്നെ ഒന്ന് വിളിക്കണേന്ന് ആഗ്രഹിച്ചോ? என்ன கூப்பிடணும் அப்படின்னு நீங்க விரும்புனீங்களா? നിന്റെ പേരിന്റെ കൂടെ ഒരു എസ് കിടപ്പുണ്ട്. உங்க பேருக்கு கூட ஒரு எஸ் லெட்டர் இருக்குது. ആണോ? മൈക്ക് കൊടുത്തേടാ. எஸ் இன்சியல். ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഇനി നീ ഫെയിലബിൾ അല്ല. இனி நீங்க ஃபெயிலியர், தோல்வி அடைந்தவர் அல்ல. നീ ഇനി മുതൽ സക്സസ് ആയിരിക്കും. இன்றிலிருந்து நீங்கள் வெற்றி உள்ளவராயிருப்பீர்கள். കരങ്ങളെ അടിച്ച് கைகளை தட்டி നീ വിജയമായിരിക്കും കേട്ടോ. நீங்க ஜெயமுள்ள வாழ்க்கை வாழ்வீர்கள். കഴിഞ്ഞ നാളുകളിൽ നീ എവിടെ പോയോ கடந்த நாட்களில் எங்கே போனீர்களோ അവിടെ എല്ലാം നീ തോൽവിയായിരുന്നു. அங்க எல்லாம் நீங்கள் தோல்வியை தான் നിനക്ക് பார்த்தீர்கள். സഭ എന്ന് പറഞ്ഞാൽ ஆனால் சபை என்று சொன்னால் നിനക്ക് ജീവനാണ്. உங்களுக்கு உயிராய் இருக்கிறது. ആണോ? அப்படிதானே? ആണോ? നീ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. நீங்க விரும்புகிற ஒரு காரியத்தை சொல்லட்டுமா? ഈറോഡിലെ ஈரோட்டில் നിന്റെ സഭ உங்கள் சபை ഏറ്റവും വലുതായി മാറണം. மிக பெரிதாய் மாற வேண்டும் என்பது. യെസ്, எஸ், എനിക്കറിയത്തില്ല, ഇതൊരു പ്രൊഫറ്റിക്കൽ മൂവ് ആണ്. எனக்கு தெரியாது, ஆனா இது ஒரு தீர்க்க தரிசன அசைவு. ഡോണ്ട് മിസ് ടുഡേ നൈറ്റ്. இந்த இரவை இழந்து விடாதீர்கள். മോനെ ജബരാജ് ஜெபராஜ் അല്ലേ? ഇത് ഫ്രണ്ടാണോ നിന്റെ? உங்களுடைய ஃப்ரெண்டா? നിങ്ങൾ നല്ല നല്ല ക്ലോസ്. நீங்க ரெண்டு பேரும் நல்ல க்ளோஸ் ஃப்ரெண்டா? പെട്ടെന്ന് അദ്ദേഹത്തിന് പ്രോഫസി പറഞ്ഞിട്ടുണ്ടപ്പോ റൂട്ട് അങ്ങ് തിരിഞ്ഞു. ஆமா, ஏன்னா அவங்களுக்கு அவர் தீர்க்கதரிசனம் சொல்லும் பொழுதே அங்க வழி மாறிடுச்சு. നീ நீங்கள் നിന്റെ അനുഗ്രഹത്തെക്കാൾ உங்களுடைய ஆசீர்வாதத்தை காட்டிலும் നിന്റെ കൂട്ടുകാരുടെ അനുഗ്രഹം ഇഷ്ടപ്പെടുന്നു. உங்க நண்பருடைய ஆசீர்வாதத்துக்கு தான் நீங்க அதிகமா விரும்புறீங்க. ശരിയാണോ? അത് ചുമ്മാ പറയുന്നതാണ്. இல்ல சும்மா சொல்றதா? നിനക്ക് രണ്ട് കാര്യം 2025 ചെയ്യും. ரெண்டு காரியங்களை உங்க 2025ல கர்த்தர் செய்வார். നിനക്കൊരു സ്റ്റുഡിയോ ദൈവം തരും. உங்களுக்கு ஒரு ஸ்டுடியோ தேவன் தருவார். ഒരു വീഡിയോ ക്യാമറ ദൈവം തരും. ஒரு வீடியோ கேமராவை தேவன் தருவார். ഹല്ലേലൂയ. ஹalleluya. മനത് ആഗ്രഹിക്കുന്നു നീ? மகனே, நீங்க இதை விரும்புறீங்களா? എന്താ വീഡിയോ എഡിറ്റിംഗ് ആണോ നിന്റെ വർക്ക്?
சினி இண்டஸ்ட்ரியில தான் இருக்கும். കരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ച് கரங்களை தட்டி தேவனை துதிப்போம். പ്രൈസ് ഗോഡ്. ஹalleluya. നിന്റെ ജീവനെ നിന്റെ ജീവിതത്തെ உங்க ஜீவனை உங்கள் வாழ்க்கையை കർത്താവിന് വേണ്ടി നീ കൊടുത്തതുകൊണ്ട് கர்த்தருக்காய் தந்ததினாலே നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന് உன்னையும் உன் குடும்பத்தையும் நான் ஆசீர்வதிப்பேன் என்று സൈന്യങ്ങളുടെ യഹോവ ഈ രാത്രി പ്രോഫസി പറയുന്നു. சேனைகளில் கர்த்தர் இந்த இரவில் தீர்க்க தரிசனமாய் சொல்லுகிறார். മോളെ ഷാരോനെ, மகளே ஷாரோன், ആ ഫാമിലിയോടെ ഫ്രണ്ടി വാ. அந்த குடும்பம் அப்படியே குடும்பத்தோடு ஃப்ரெண்ட்ல வாங்க. ദൈവം നിങ്ങളെ സെലക്ട് ചെയ്യുക. தேவன் உங்களை தெரிந்து கொள்ளுகிறார். നിങ്ങൾ നടന്നു വരുമ്പോൾ நீங்க நடந்து வரும்போது man rejected you, மனுஷன் உங்களை புறக்கணிக்கலாம். God selected you. ஆனால் கர்த்தர் உங்களை தெரிந்து கொள்வார். Man rejected, God selected. மனுஷன் புறக்கணிப்பானால் கர்த்தர் தெரிந்து கொள்வார். കരങ്ങളെ വീശി അടിച്ചു ദൈവത്തെ സ്തുതിച്ച് கரங்களை தட்டி தேவனை துதிப்போம். പോരാ പോരാ പോരാ, போதாது போதாது. ഈ കുടുംബങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നു. இந்த குடும்பங்களின் மேல் தேவ வல்லமை இறங்குகிறது. ഹല്ലേലൂയ ஹalleluya. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ஹalleluya. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ஜெபிப்போம் ஜெபிப்போம் ജெபிப்போം. ഹല്ലേലൂയ. മോളെ ദൈവസന്നിധിയിലെ പ്രാർത്ഥിച്ചോ. மகளே தேவ சமூகத்தில் ஜெபிங்க. ദൈവം നിന്റെ മേൽ ഒരു ഭയങ്കര അനോയിന്റിംഗ് അയക്കാൻ പോകും. தேவன் உண்மையில் ஒரு பயங்கர அபிஷேகத்தை அனுப்ப போகிறார். മോളെ ഫ്രണ്ടിലോട്ട് കയറി നിൽക്ക്. நீங்க ஃப்ரெண்ட்ல வாங்க. യേശുവിന്റെ നാമത്തിൽ, இயேசுவின் நாமத்தில், യേശുവിന്റെ നാമത്തിൽ, இயேசுவின் நாமத்தில் ദൈവാത്മാവിനെ കാണിക്കുന്നത് தேவ ஆவியானவர் எனக்கு இப்படி காண்பிக்கிறார். രണ്ട് മേഖലകളിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ரெண்டு நிலையில் தேவன் உன்னை ஆசீர்வதிப்பார். ஒன்று, നീ രാജ്യത്തിന് വേണ്ടിയിട്ട് ദൈവം നിന്നെ മാനിക്കും. தேசங்களுக்காக தேவன் உன்னை கனம் பண்ணுவார். ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആകുന്നത് പോലെ, ஒரு டிஸ்ட்ரிக்ட் மாவட்ட கலெக்டர் ஆவது போல. നമ്മൾ ആഗ്രഹിക്കുന്നത്. மகளே அது விரும்புறியா? ഹലോ ഹലോ ഹലോ, நீங்க விரும்புறீங்களா? அதை ഒന്ന് ജേർണലിസ്റ്റ് ആകണമെന്ന് നീ ആഗ്രഹിച്ചു. ஒன்று ஜேர்னலிஸ்டா மாறணும்னு விரும்புறீங்க. ആഗ്രഹിച്ചോ? രണ്ട് കളക്ടർ ആകണമെന്ന് നീ ആഗ്രഹിച്ചു. இரண்டாவது கலெக்டராய் மாற வேண்டும் என்று விரும்பினாய். നിനക്ക് രണ്ട് വിഷനാ ഉള്ളത്. உங்களுக்கு ரெண்டு தரிசனம். ഒന്ന്, ஒன்று ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം. இந்திய தேசத்துக்காக வேலை செய்யணும். രണ്ട്, இரண்டாவதாக ദൈവ രാജ്യത്തിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കണം. தேவ ராஜ்யத்திற்காக வேலை செய்யணும். നീ കളക്ടർ ആകാൻ വേണ്ടി വാശി വെച്ച് പഠിക്കുന്നത്, நீங்க கலெக்டராய் மாற வேண்டும் என்று வைராக்கியமாய் படிப்பது എന്തിനെന്നറിയാമോ? எதற்கு தெரியுமா? സഭയ്ക്ക് വിരോധമായി சபைக்கு விரோதமாக എഴുന്നേറ്റ് നിൽക്കുന്ന எழும்பி நிற்கிற ദുഷ്ടശക്തികളെ, அசுத்த ആവിகளை കീഴടക്കി സഭയ്ക്ക് വേണ്ടി, சபைக்காக ഒരു റിവൈവൽ വഴി ഓപ്പൺ ആക്കുവാൻ, ஒரு எழுப்புதலுக்கான வழியை திறந்து கொடுக்க മോളെ നിന്റെ മേൽ ദൈവശക്തി ഇറങ്ങുന്നു. மகளே உண்மையில் தேவ வல்லமை இறங்குகிறது. മോളെ നിന്റെ മേൽ രണ്ട് ജ്ഞാനം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. மகளே ரெண்டு ஞானத்தை பரிசுத்த ஆவியானவர் உண்மையில் ഒന്ന് காண்பிக்கிறார். സയന്റിസ്റ്റ് ആയി മാറും. ஒன்று நீ சயின்டிஸ்டாய் மாறுவாய். രണ്ട് നീ ഡോക്ടർമാരുടെ നടുവിൽ നിൽക്കും. ரெண்டு நீ மருத்துவர்கள் இடையில் இருப்பாய். ഈ അബ്ദുൽ കലാമിന്റെ മേൽ ഇരിക്കുന്നത് പോലുള്ള ജ്ഞാനം அப்துல் கலாம் அவர்களுக்குள் இருந்த அந்த ஞானம் ദൈവം നിന്റെ മേൽ പകരുകയാണ്. தேவன் உங்கள் மேலும் தருகிறார். യേശുവിന്റെ നാമത്തിൽ, இயேசுவின் நாமத்தில். പിതാവേ മാതാവേ தகப்பனே தாயே കേട്ടുകൊള്ളുക. நீங்க கேட்டுக்கொள்ளுங்கள். നിന്റെ തലമുറയിൽ ഒന്ന്, உங்க தலைமுறையில் ஒன்று, വീട്ടിൽ കല്ലറയിൽ അവസാനിക്കേണ്ട സ്ഥാനത്ത് வீட்டில கல்லறைக்கு முடிவாய் மாற வேண்டிய இடத்தில் ഇന്ന് രാത്രി ജീവനോടെ ഇരിക്കുന്നത് இந்த இரவில் உயிரோடு இருப்பதே നിന്റെ പ്രാർത്ഥനയാണ്. உங்கள் ஜெபம்தான். നിന്റെ സഭയുടെ പ്രാർത്ഥനയാണ്. உங்க சபையின் ஜெபம்தான். നിന്റെ തലമുറ ജീവനോടെ ഇരിക്കുന്നതെന്ന് உங்க தலைமுறை உயிரோடு இருக்க வேண்டும் என்று സൈന്യങ്ങളുടെ യഹോവ ഈ രാത്രി പ്രവചിച്ചു പറയുന്നു. சேனையில் கர்த்தர் இந்த இரவிலே தீர்க்க தரிசனமாய் சொல்லுகிறார். കരങ്ങളെ ശക്തിയോടെ അടിച്ചു പറഞ്ഞു. கரங்களை பலமாய் தட்டி சொல்லுவோம். I will build my church. நான் என் சபையை கட்டுவேன். மகளே പരിശുദ്ധാത്മാവിനോട് പറയുന്നു. பரிசுத்த ஆவியானவர் என்னோடு I சொல்லுகிறார். will build my church. நான் என் சபையை கட்டுவேன். നീ ഒരു എസ്തർ ആണ് കേട്ടോ. நீ ஒரு எஸ்தர். ഹല്ലേലൂയ. നീ ഒരു എസ്തർ ആണ്. நீ ஒரு எஸ்தர். ഹല്ലേലൂയ. ஹalleluya. ഞാൻ നിന്നെ യൂസ് ചെയ്യും. ஆமென். கர்த்தர் உங்களை பயன்படுத்துவார். ഞാൻ നിന്നെ യൂസ് ചെയ്യും. நான் உன்னை ഈ பயன்படுத்துவேன். കുടുംബത്തെ കർത്താവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോവാ. ஓ கர்த்தர் இந்த குடும்பத்தை அவருக்காய் பயன்படுத்த போகிறார். എല്ലാവരും കരങ്ങളെ അടിച്ചു പറ. எல்லாரும் கைகளை தட்டி சொல்லுவோம். പ്രവചനത്തിന് വിരോധമായി தீர்க்க தரிசனத்துக்கு விரோதமாய் തല ഉയർത്തുന്ന தலையை உயர்த்துகிற അണലി പാമ്പ്, எல்லா உரியன் பாம்புகளே ഞാൻ വെട്ടിമാറ്റുന്നു. நான் வெட்டி மாற்றுகிறேன். Break in the name of Jesus. இயேசுவின் நாமத்தில் அதை உடைத்து போடுகிறேன். ഇന്നു മുതൽ I declare the name of Jesus. இயேசுவின் நாமத்தில் அறிக்கை செய்கிறேன். ഇതൊരു പ്രൊഫറ്റിക്കൽ ചർച്ചായി മാറും. இந்த சபை ஒரு தீர்க்க தரிசன சபையாய் மாறும். ഒത്തിരി പ്രവാചകികളെ ദൈവം എഴുന്നേൽപ്പിക്കും. அநேக தீர்க்க தரிசனிகளை கர்த்தர் எழும்ப பண்ணுவார். ഹല്ലേലൂയ. ஹalleluya. Praise the Lord. Jesus. സന്തോഷമുള്ളവർ മാത്രം കരമുയർത്തി. சந்தோஷம் உள்ளவர்கள் மட்டும் கரங்களை உயர்த்துங்க. ഹല്ലേലൂയ. ஹalleluya.